ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിയിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ
മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. യുഗായുഗം സ്വർഗവാസത്തിനായി മുറ്റുമായൊരുക്കും നിന്നെ ഞാൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാനത് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിൻ്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. നിത്യനായ ദൈവം ഗിദെയോനോട് കൽപ്പിച്ചു, നീ എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ മിദ്യാൻ്റെ പാളയം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നിനക്ക് ഭയമുണ്ടെങ്കിൽ ഒരു ബാല്യക്കാരനെ കൂടി നിൻ്റെ കൂടെ കൂട്ടിക്കൊള്ളുക, നീയും നിൻ്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ശത്രുപാളയം ഞാൻ നിനക്ക് കൈവശാവകാശമായി തരും. ജീവനുള്ള ദൈവം തൻ്റെ ദാസനായ ഗിദെയോനെ അനുഗ്രഹിക്കുകയാണ്. ജീവനുള്ള ദൈവം ഗിദെയോനെ വലിയ വേല ഭരമേൽപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ ഞെരുക്കുകയും ഇസ്രായേൽ ജനത്തെ കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന മിദ്യാന്യ സൈന്യത്തെ കീഴടക്കുവാനും മിദ്യാന്യരുടെ ഭീകരമായ ഭീതിയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനും ദൈവം ഗിദെയോനെ നിയോഗിച്ച് അയക്കുകയാണ്. ഗിദെയോന് ദൈവം ഉയർന്ന അനുഭവങ്ങൾ നൽകി, ഉയർന്ന കാഴ്ചപ്പാടുകൾ നൽകി, ശരിയായ ഒരു ദർശനം നൽകി, ശരിയായ ധൈര്യം നൽകി ദൈവം ഗിദെയോനെ ദൈവത്തിൻ്റെ വേല ഭരമേൽപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഗിദെയോൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഗിദെയോനെ ദൈവം അനുഗ്രഹിച്ചത് ഈ നിൻ്റെ ബലത്തോടെ പോക എന്ന് പറഞ്ഞാണ്. ഈ നിൻ്റെ ബലത്തോടെ പോക, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് ദൈവം ഗിദെയോന് വാഗ്ദത്തം നൽകി. ഗിദെയോനോടുകൂടെ ദൈവം ഇരുന്ന് ദൈവജനത്തിനെതിരായ ശത്രുസൈന്യത്തെ എതിർക്കുവാനും തോൽപ്പിക്കുവാനുമുള്ള ശക്തിയും ബലവും കൃപയും നൽവരവും നൽകി അനുഗ്രഹിച്ച് അയക്കുകയാണ്. എന്താണ് ശത്രുവിൻ്റെ നേരെയുള്ളതായ യുദ്ധം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. നമുക്കെല്ലാവർക്കും പൈശാചിക സേനയോട് യുദ്ധമുണ്ട്. ഇസ്രായേൽ ജനം മിദ്യാന്യരോട് യുദ്ധം ചെയ്തു എന്ന സംഭവം, അത് ഈ ബൈബിളിൽ കാണുന്ന അനേകം യുദ്ധങ്ങളെ എല്ലാറ്റിനെയും ഒന്ന് ഓർക്കുവാൻ നമുക്ക് സഹായകമായിരിക്കുന്നു. ബൈബിളിൽ ദൈവജനത്തിന് അനേകം പോരാട്ടങ്ങൾ വേണ്ടി വരും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നത്രേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഇസ്രായേൽ ജനം മിദ്യാന്യരോട് യുദ്ധം ചെയ്തു, ഇസ്രായേൽ ജനം അമാലേക്യരോട് യുദ്ധം ചെയ്തു, ഇസ്രായേൽ ജനം അമ്മോന്യരോട് യുദ്ധം ചെയ്തു, ഇസ്രായേൽ ജനം മോവാബ്യരോട് യുദ്ധം ചെയ്തു, ഇസ്രായേൽ ജനം ഹിവ്യരോടും യബൂസ്യരോടും പെരിസ്യരോടും യുദ്ധം ചെയ്തു,
ഇസ്രായേൽ ജനം കനാന്യരോട് യുദ്ധം ചെയ്തു. എല്ലാം ഈ യുദ്ധങ്ങളെല്ലാം ഒരു കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടിത്തരികയാണ്. നമുക്ക് യുദ്ധമുണ്ട്, അത് പൈശാചിക സൈന്യത്തോടാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞ് ദൈവം നമ്മോടുകൂടെ ഇരുന്ന് യുദ്ധത്തിൽ ജയം തരുവാൻ കർത്താവിൻ്റെ കൃപയും കരുണയും ശക്തിയും നമ്മുടെ മേൽ പകരുകയാണ്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പാപത്തോട് പോരാട്ടമുണ്ട്. നമുക്ക് ഈ ലോക ജീവിതത്തിൽ പൈശാചികനോട് പോരാട്ടമുണ്ട്. നമുക്ക് ശത്രുവായ സാത്താനോട് യുദ്ധമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നാണ് തിരുവചനം പറയുന്നത്. വാഴ്ചകൾ, അധികാരങ്ങൾ, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, വാഴ്ചകളും അധികാരങ്ങളും സ്വർഗീയ യുദ്ധം ചെയ്യുവാൻ നിത്യനായ ദൈവം നമ്മെയാണ് കണ്ടിരിക്കുന്നത്. ആരോടാണ് ഈ സ്വർഗീയ യുദ്ധം? അത് പൈശാചിക സേനയോടാണ്, സാത്താനോടാണ് യുദ്ധം. സാത്താൻ നമ്മെ ജയിക്കണമെങ്കിൽ നമ്മിൽ പാപം വരണം. അതുകൊണ്ട് പാപത്തോട് നാം യുദ്ധം ചെയ്യണം. പാപത്തോട് യുദ്ധം ചെയ്ത് ജയിച്ചാൽ സാത്താനെ ജയിക്കാം. പാപത്തോടുള്ള യുദ്ധത്തിൽ നാം തോറ്റാൽ, പാപത്തിന് നമ്മിൽ ഇടം കൊടുത്താൽ നാം തോൽവി അടഞ്ഞു പോകും. സാത്താൻ്റെ മുമ്പിൽ നാം അടിയറ പണിഞ്ഞു പോകും. നാം ഓരോരുത്തരും തോൽവി അടഞ്ഞു പോകും. അപകടമാണത്. പൈശാചികനോടുള്ള യുദ്ധത്തിൽ ജയിക്കുവാൻ പാപത്തോടുള്ള പോരാട്ടത്തിൽ നാം ജയിക്കണം. പാപം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മെ തന്നെ നാം സൂക്ഷിക്കണം. അതാണ് യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ 1-ാമത്തെ ലേഖനം അവസാന അധ്യായത്തിൽ പറയുന്നത്. 1 യോഹന്നാൻ 5-ാം അധ്യായം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നത് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയതുപോലെ നാം ഓരോരുത്തരും പൈശാചിക സേനയോട് അനുദിനം യുദ്ധം ചെയ്യേണ്ടവരാണ്. നമ്മുടെ അധ്വാന ഫലം നശിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും ചെയ്യുന്ന ദുരാത്മാക്കളോട് നാം യുദ്ധം ചെയ്യേണ്ടതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ അധ്വാന ഫലം കൊയ്തെടുത്തുകൊണ്ട് പോകുന്ന മിദ്യാന്യരോട് യുദ്ധം ചെയ്യാൻ പോയതുപോലെ നാമും ശത്രുനിരകളോട് യുദ്ധം ചെയ്യാൻ നാം ആത്മീക യുദ്ധത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിക്കേണ്ടതാണ്, നമ്മെ തന്നെ ഒരുക്കേണ്ടതാണ്. ആത്മീക യുദ്ധം, ആത്മീക പോരാട്ടം. സഹോദരങ്ങളെ, ദൈവം ഗിദെയോനോട് പറഞ്ഞു, നീ പോകുമ്പോൾ ഈ 32,000 പേരെ ഒന്നും കൊണ്ടുപോകണ്ട. ഇത് ഏതാനും പേരെ തിരിച്ചുപോയി, ഭയവും ഭീരുത്വമുള്ളവരെല്ലാം പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 22,000 പേര് പോയി, 10,000 പേര് ശേഷിച്ചു. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. 10,000 പേരും വേണ്ട, വളരെ ചുരുക്കം പേര് മാത്രം മതി. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഞാൻ യുദ്ധം നിങ്ങൾക്ക് ജയിപ്പിച്ചു തരാം. നിങ്ങൾക്ക് ശത്രുവിനെ തോൽപ്പിക്കാനുള്ള കൃപയും ശക്തിയും ബലവും നൽവരവും ഞാൻ തരാം എന്നത്രേ ദൈവം ഗിദെയോന് വാഗ്ദത്തം ചെയ്തത്. അങ്ങനെ വെള്ളത്തിങ്കിലേക്ക് നടത്തി. അവിടെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. 10,000 പേരിൽ 300 പേരെ മാത്രം തിരഞ്ഞെടുത്തു. പട്ടി നക്കി കുടിക്കും പോലെ വെള്ളം കുടിക്കുന്ന, തങ്ങളെ തന്നെ ത്യജിക്കുന്ന, തങ്ങളുടെ പ്രാണനെ വിലയേറിയതായി കരുതാത്ത ആ 300 പേരെ കൊണ്ട് വലിയ യുദ്ധം നടത്തുവാൻ ഗിദെയോൻ ഒരുമ്പെടുകയാണ്. അപ്പോഴാണ് ദൈവം പറയുന്നത്, അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിൻ്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ദൈവം ഗിദെയോനെ ധൈര്യപ്പെടുത്തുകയാണ്. ശത്രുവിനോടുള്ള യുദ്ധത്തിന് വേണ്ടി ദൈവമക്കളെ ധൈര്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. നമുക്ക് ദൈവം ധൈര്യം തരികയാണ്, ബലം തരികയാണ്, ശക്തി തരികയാണ്, കരുത്ത് തരികയാണ്. ആത്മാവിൻ്റെ കരുത്ത്, ആത്മാവിൻ്റെ ബലം തന്ന് യുദ്ധത്തിന് വേണ്ടി നമ്മെ ഉദ്യുക്തരാക്കുകയാണ്. യുദ്ധത്തിന് നമ്മെ ദൈവം ഒരുക്കുകയാണ്. നീ എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക. ശത്രുപാളയത്തിന് നേരെ നീ ഇറങ്ങിച്ചെല്ലുക. മിദ്യാന്യ സൈന്യത്തിന് നേരെ നീ ഇറങ്ങിച്ചെല്ലുക. ഞാൻ അത് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിൻ്റെ ബാല്യക്കാരനായ പൂരയും കൂടെ
പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. സഹോദരീ സഹോദരങ്ങളെ, അനേകം പേര് ശത്രുവിനോടുള്ള യുദ്ധത്തിൽ പേടിയുള്ളവരാണ്. പലരും പരാജയപ്പെടുകയാണ്. സ്വന്തം ശരീരത്തിലെ ചോദനകൾ, ശരീരത്തിലെ പ്രലോഭനങ്ങൾ, ശരീരത്തിലെ പ്രേരണകൾ, കോപാവേശം, ക്രുദ്ധമായ സ്വഭാവം, വാശിയും വഴക്കും വൈരാഗ്യവും ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, പരസ്പരം ഇണക്കക്കേടും മുഷിച്ചിലും നീരസവും കയ്പും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, അശുദ്ധമായ ചിന്തകൾ, അശുദ്ധമായ വികാരങ്ങൾ, അശുദ്ധമായ മോഹങ്ങൾ, മ്ലേച്ഛവും മലിനവുമായ ആഗ്രഹങ്ങൾ, ദ്രവ്യാഗ്രഹം, സ്വാർത്ഥത, അഹങ്കാരം, കപടഭക്തി എന്നിങ്ങനെ എത്രയെത്ര പാപങ്ങൾ. ഈ പാപങ്ങളിൽ അനേകം പേര് വീണ് കിടക്കുകയാണ്. അനേകം പേര് ശത്രുവിൻ്റെ വെട്ടേറ്റ് ഈ പാപങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്നോ അതിലധികമോ പാപങ്ങളിൽ ഓരോരുത്തരും ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ കാണാം, പാപത്തോട് പോരാടി നാം ജയിക്കുവാനാണ് ദൈവം നമ്മെ ശക്തി ധരിപ്പിക്കുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ എന്നത്രേ യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായത്തിൽ പറയുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവോ അതോ ജയിച്ചു കൊണ്ടിരിക്കുന്നുവോ എന്ന് ഒന്ന് ശോധന ചെയ്യുവീൻ. പാപത്തിൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നുവോ? പാപം നിങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവോ? ഏതെങ്കിലും പാപങ്ങളുടെ ബന്ധനത്തിലാണോ ഇന്ന് നിങ്ങൾ കഴിയുന്നത്? പിശാച് നിങ്ങളെ ബന്ധിക്കുന്ന ബന്ധനം അത് നമ്മുടെ പാപം കൊണ്ടാണ്. പാപമാകുന്ന ചങ്ങല കൊണ്ട് സാത്താൻ നമ്മെ ബന്ധിക്കുകയാണ്. അനേകരിന്ന് ബന്ധനത്തിലാണ്. അനേകര് സാത്താൻ്റെ ഉരുക്ക് മുഷ്ടിയിലാണ്. പൈശാചികൻ അനേകരെ കെട്ടിയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിൽ അസ്വസ്ഥതയുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയും ഭർത്താവും പിണങ്ങുന്നത് എന്തുകൊണ്ടാണ്? മാതാപിതാക്കളും മക്കളും ഐക്യമില്ലാതെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഇതിന് കാരണം? എല്ലാ അസ്വസ്ഥതയുടെയും എല്ലാ അലോഹ്യത്തിൻ്റെയും എല്ലാ അലോസരത്തിൻ്റെയും മൂലകാരണം തേടിച്ചെല്ലുമ്പോൾ പാപമുണ്ട് എന്ന് കാണാം. നിങ്ങളൊന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പാപങ്ങളിലാണ് നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നത്? സാത്താൻ നിങ്ങളെ കെട്ടുവാൻ നിങ്ങൾ സാത്താൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത ചങ്ങലകൾ ഏതെല്ലാമാണ്? പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിന് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നവരുണ്ട്. കഞ്ചാവിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ട്. പുകവലിയും കഞ്ചാവും അനേകം പേരെ ഇന്ന് ബന്ധിച്ച് സുബോധം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകൾക്ക് അടിമകളായി പോകുന്നവരുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തോ വിദേശ നഗരങ്ങളിലോ ജീവിക്കുന്ന അനേകം യുവാക്കൾ ഇന്ന് കൊള്ളരുതാത്ത ജീവിതത്തിന് അടിമപ്പെട്ട് അവർ വളരെ ഹീനവും മ്ലേച്ഛവുമായ ജീവിതം നയിച്ച് ജീവിതമാകെ നശിപ്പിക്കുകയും താറുമാറാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പാവം യുവാക്കൾ അറിയുന്നില്ല അവരുടെ ഭാവി മുടിയുകയാണ് എന്ന്. റാഗിങ് എന്ന ഓമനപ്പേരുള്ള ഒരു ഭയങ്കര ദുഷ്കൃതത്തിന് ഇന്ന് അനേകം യുവാക്കൾ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ്. റാഗിങ് എന്ന് പറയും, എത്ര ഹീനമായ, കുൽസിതമായ, ക്രൂരമായ, മ്ലേച്ഛമായ, എത്ര നിന്ദ്യമായ പരിപാടികളാണ് റാഗിങ് എന്ന പേരിൽ ഇന്ന് പല പ്രൊഫഷണൽ കോളേജുകളിലെയും ഹോസ്റ്റലുകളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എത്രയെത്ര ജീവിതങ്ങളാണ് ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത്? എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്? എത്രയോ കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥത വാഴുന്നു. അസുഖവും അസ്വസ്ഥതയും കൊണ്ട് മനുഷ്യജീവിതം വീർപ്പുമുട്ടിക്കഴിയുന്നു. സാത്താനാണ് ഇതിനെല്ലാം കാരണക്കാരൻ. പിശാചിന് മനുഷ്യനെ ബന്ധിക്കുവാനുള്ള ചങ്ങല മനുഷ്യൻ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കൂ, നിങ്ങൾ ഏത് ചങ്ങലയാണ് പിശാചിന് കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാപമാകുന്ന ചങ്ങല പിശാചിൻ്റെ കയ്യിലേക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എന്നേക്കുമായി എറിഞ്ഞു കളയുമെങ്കിൽ
നിങ്ങൾക്ക് മോചനത്തിന് സാധ്യതയുണ്ട്. കർത്താവായ യേശു പാപത്തെ ജയിച്ചു. പാപത്തിൻ്റെ മേൽ ജയം ആഗ്രഹിക്കുന്ന യാതൊരാൾക്കും പാപത്തിൻ്റെ മേൽ ജയം നൽകുന്നു. കർത്താവായ യേശു ക്രൂശിൽ പൈശാചികനെ തോൽപ്പിച്ചു, സാത്താൻ്റെ തല ചതച്ചു. നാം പാപികളായ നമ്മെ പാപത്തിൽ ബന്ധിച്ചിരുന്നതായ, സാത്താൻ നമ്മെ കെട്ടിയിട്ടിരുന്നതായ എല്ലാ കെട്ടുകളും എല്ലാ ബന്ധനങ്ങളും അഴിച്ച് കർത്താവായ യേശു നമുക്ക് മോചനം തന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് എന്നത്രേ അപ്പോസ്തലൻ പറയുന്നത്. പൗലോസിൻ്റെ ലേഖനം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം ബന്ധനങ്ങളാണ് നിങ്ങൾക്കുള്ളത് എന്ന് കണ്ട്, കർത്താവേ, ഈ ബന്ധനം എനിക്കൊന്ന് അഴിച്ചു തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ക്രിസ്തു ബന്ധനം അഴിക്കുന്നവനാണ്. ക്രിസ്തു പാപച്ചങ്ങല പൊട്ടിച്ചെറിയുന്നവനാണ്. സാത്താൻ്റെ ബന്ധനങ്ങളെല്ലാം തകർക്കുന്നവനാണ്. ക്രിസ്തു ക്രൂശിൽ സാത്താൻ്റെ തല തകർത്തവനാണ്. ഇന്ന് ഈ സമയം നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ക്രിസ്തുവിനെ തുറക്കുമെങ്കിൽ നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറും, നിങ്ങളുടെ ദുശ്ശീലങ്ങളെല്ലാം അകലും, നിങ്ങളുടെ കുടുംബത്തിൽ ശാന്തി പകരും, നിങ്ങളുടെ കുടുംബജീവിതം സ്നേഹവും സന്തോഷവും കൊണ്ട് ഊഷ്മളമാകും. ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരച്ചു വരും. നിങ്ങളുടെ കുടുംബം സൗഭാഗ്യ സമ്പൂർണമായി തീരും. നിങ്ങളുടെ വ്യക്തി ജീവിതം ശാന്തസുന്ദരമായി തീരും. സന്തോഷ സമൃദ്ധമായ ഐശ്വര്യ സമ്പൂർണമായ ഒരു നല്ല നാളെയിലേക്ക് നിങ്ങൾക്ക് കുതിച്ചു കയറാം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നിങ്ങളെ വാത്സല്യവായ്പോൾ ക്ഷണിക്കുന്നു. ഗോകുൽത്തായിലെ സ്നേഹം, നമുക്ക് വേണ്ടി തിരക്തം ചിന്തിയ സ്നേഹം ഇപ്പോൾ ഇതാ നമ്മെ ഓരോരുത്തരെയും ആടി വിളിക്കുന്നു. മകനേ, നിന്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉടയവനായ ക്രിസ്തു തിരക്തം കാണിച്ചുകൊണ്ട് നമ്മെ വിളിക്കുന്നു. മകനേ, നിന്റെ ഹൃദയത്തിൽ ഞാൻ വാഴട്ടെ, മകളെ, നിന്റെ ജീവിതത്തെ ഞാൻ നിയന്ത്രിക്കട്ടെ, നിനക്ക് സമാധാനം തരട്ടെ എന്ന് ആശംസ പകർന്നുകൊണ്ട് ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുന്നു. ഹൃദയം ക്രിസ്തുവിനെ തുറന്നു കൊടുക്കൂ. പാപച്ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്ന ക്രിസ്തുവിനെ നിങ്ങൾ എതിരേൽക്കൂ. ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കൂ. ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ബാധകൾ മാറട്ടെ, ദുരാത്മഭീതികൾ അകലട്ടെ, മിഥ്യാന്യ സൈന്യം തോറ്റ് പിന്മാറട്ടെ, ശത്രുവിൻ്റെ ഭീതികളെല്ലാം അകലട്ടെ, മാനസിക വൈക്ലഭ്യങ്ങൾ മാറട്ടെ, മാനസിക മ്ലാനതകൾ മാറട്ടെ, ഹൃദയത്തിൻ്റെ വാട്ടങ്ങൾ മാറട്ടെ, ദുരാത്മഭീതികൾ അകലട്ടെ, ശത്രുഭീതികൾ അകലട്ടെ, കുടുംബം സമാധാനമായി തീരട്ടെ, സന്തോഷ സമൃദ്ധമായ ശോഭന പുലരിയിലേക്ക് കടക്കുവാൻ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുവീൻ. ക്രിസ്തുവിനെ എതിരേൽക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് ഞാനിതാ എന്നെ തന്നെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ, എൻ്റെ കെട്ടുകൾ പൊട്ടിക്കണമേ, എനിക്ക് സ്വാതന്ത്ര്യം തരണമേ. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം, ആന്തരിക സ്വാതന്ത്ര്യം തന്ന്, ആന്തരിക സൗഖ്യം തന്ന്, ആന്തരിക ശാന്തി തന്ന് കുടുംബ സമാധാനത്തിലേക്ക് എന്നെ നയിക്കണമേ. സ്വർഗ സൗഭാഗ്യം എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവന്റെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബന്ധനമഴിക്കുന്ന ക്രൂസിലെ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലിവിടുത്തെ കരം വയ്ക്കണമേ. വചനം കേട്ട ഓരോരുത്തരും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ തിരുമുഖ ശോഭ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവന്റെ അവകാശം പ്രാപിക്കുമാറാക്കണമേ. രോഗസൗഖ്യം അയക്കണമേ. കുടുംബശാന്തി പകരണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.